അതിനുശേഷം മാനേരെ പിന്നെ കണ്ടിരുന്നു, തമ്മിൽ സംസാരിച്ചിരുന്നോ? ഇല്ല. ഇപ്പോഴും നമ്മൾ ആ പരാതിയിൽ ഉറച്ചു നിൽക്കുവാണോ? ആണല്ലോ, എനിക്ക് നിങ്ങളെല്ലാവരും കണ്ടില്ലേ. ഞാനിവിടെ എനിക്ക് SLC പരീക്ഷ നടക്കുന്ന, ITയുടെ SLC പരീക്ഷ നടക്കുന്ന സമയമാണ്. ഞാൻ അതുപോലെ കുട്ടികൾക്ക് ഉച്ചഭക്ഷണത്തിന് വേണ്ടുന്ന സാധനങ്ങളുമായിട്ട് വന്ന ഒരു സ്കൂൾ ഹെഡ് മിസ്ട്രസ്സാണ്. എനിക്ക് സ്കൂളിനകത്ത് കയറിയാലല്ലേ എൻ്റെ ഡ്യൂട്ടി എനിക്ക് ആരംഭിക്കണ്ടേ, അതിന് ആണ് വിഘാതം ഉണ്ടാക്കിയത്. സമൂഹമധ്യത്തിൽ ഒരുപാട് അപമാനം കൂടി ഉണ്ടായി. കുട്ടികളുടെ മുന്നിലൊക്കെ എങ്ങനെ പ്രിൻസിപ്പൾ എന്ന നിലയിൽ നോക്കാൻ പറ്റും, അവരെ എങ്ങനെ സഹായിക്കാൻ പറ്റും? ഒരാള് കേട്ടടച്ചു കഴിയുമ്പം ഒരു സ്ത്രീ എന്ത് ചെയ്യാനാ? ഞാൻ പോലീസിനെ വിളിച്ചല്ലേ പരീക്ഷ ഇനി നടത്തണ്ടേ. രാവിലെ ഭക്ഷണം വെച്ചാലല്ലേ ഉച്ചയ്ക്ക് കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കണ്ടേ. ഞാൻ എൻ്റെ ജോലി ചെയ്യാനാ വന്നത്, അപ്പോഴാണ് ഗേറ്റ് അടപ്പിച്ചത്. മാനേജ് വിളിച്ചിട്ടൊന്നുമില്ല. ഡിപ്പാർട്ട്മെന്റിലും കൊടുത്ത് പോലീസിലും കൊടുത്ത്. എന്നെ DDന്ന് ലാൽ സാർ എന്നെ വിളിച്ചായിരുന്നു, DOയിൽ നിന്നും വിളിച്ചായിരുന്നു. ഇവിടെ രണ്ട് സൂപ്രണ്ടുമാരും വിളിച്ചായിരുന്നു, ഇവിടെ വന്ന് വരികയും ചെയ്തു. പണ്ട് മുതലേ ഇവിടെ ദുരനുഭവങ്ങളേ ഉള്ളൂ. പണ്ട് മുതലേ ഇവിടെ HM സീറ്റിൽ ഇരുന്നവർക്കെല്ലാം പ്രശ്നങ്ങളാണ്. VRS എടുത്തവരുണ്ട്, സസ്പെൻഡ് ചെയ്തവരുണ്ട്, ഉണ്ട്. ഇവിടെ പിന്നെ ഒരു അധ്യാപകനെ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ അധ്യാപകരെല്ലാം കൂടെ കേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓഫീസ് ജീവനക്കാരിയെ പരാതിപ്പെട്ടിട്ടുണ്ട്. അതിനെല്ലാം ഹൈക്കോടതിയിൽ കേസ് ഉള്ളതാണ്. മനേരെ പേടിയാണ് എല്ലാവർക്കും. അധ്യാപക സംഘടനകൾ ഇവിടെ വന്നായിരുന്നു, വിളിച്ചിട്ടില്ല. വിദ്യാഭ്യാസ മന്ത്രിയൊന്നും വിളിച്ചിട്ടില്ല. പക്ഷേ ഞാൻ അന്വേഷണത്തിന് ഉത്തരവിട്ടതായിട്ട് ന്യൂസിലൂടെ അറിയാൻ പറ്റി. അത് സ്വമേധ കേസ് എടുത്തതായിട്ട് ഞാൻ വാർത്ത ഉണ്ട്. ഇത്രയും പ്രശ്നങ്ങൾ നടന്നിട്ട് മാനേജരെ പ്രതി ചേർത്തിട്ടില്ലല്ലോ പോലീസ്. എനിക്ക് നീതി നിഷേധിക്കപ്പെട്ട് അത് വീട്ടുകാരുമായിട്ട് ആലോചിച്ചിട്ട് തുടർന്ന് എല്ലാ അധ്യാപകരും എനിക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്കൂൾ മാനേജ്മെന്റ് ഈശ്വരവിലാസമായിരുന്നു. ഇതിപ്പോ എത്ര നാൾക്ക് ശേഷം അമ്പലക്കര സ്കൂൾ ഏറ്റെടുത്തത്? 30 വർഷമായി. 30 വർഷമായിട്ട് അമ്പലക്കരയാണ് ഇതിന്റെ മാനേജ്മെന്റ്. അമ്പലക്കര സുരേഷ് എന്ന് പറഞ്ഞാണ് മാനേജർ. ഈശ്വരവിലാസം പഴയ മാനേജരല്ല, ഇപ്പം K സുരേഷ് കുമാർ അമ്പലക്കര അല്ലേ?